ഹലോ പറയടേ. എടി എനിക്കെന്തോ ഭയങ്കര ടെൻഷൻ പോലെ. എന്തിന്? ഞാൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു വർക്ക്. നീയല്ലേ പറഞ്ഞേ പാർട്ട് ടൈം ജോബ് എടുക്കണം, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കില്ലെന്നൊക്കെ. അതൊക്കെ ശരിയാണ്. അത് ശരി. എന്നിട്ടിപ്പോൾ എന്താ പ്രശ്നം? എടി പക്ഷേ ടെലികോളർ ജോബ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ചിട്ടിക്ക് ആളെ കൂട്ടലാന്ന് വിചാരിച്ചില്ല. എടി ഇത് തന്നെ കിട്ടിയത് വലിയ ഭാഗ്യം. നീ ചുമ്മാ കൂടുതൽ ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട. നീ ആരെങ്കിലും നമ്പർ എടുത്ത് കറക്കി അങ്ങോട്ട് വിളി. കോളേജിൽ പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന സാറിനെ വരെ കറക്കിയ മുതലല്ലേ നീ. നിന്നെ കാണാൻ പാട്. സീനുണ്ടായിരിക്കില്ല അല്ലേ? എന്ത് സീൻ? ഒരു സീനും ഇല്ല, എല്ലാം സെറ്റ്. ഓക്കെ ബൈ. നേരം വെളുത്തിട്ട് ഇത് മൂന്നാമത്തെ ചായ. പഞ്ചസാരയും തീർന്ന്. ലൈഫ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണണം അല്ലേ? എടാ നമുക്കേ പുതിയ വല്ല ബ്ലൈഡ് ഓണാക്കിയാലോ? എൻ്റെ പൊന്നു മോനെ ഈ ഓണാക്കി എടുത്തോളം മതി. എൻ്റെ ഒരു കൊണച്ച ഐഡിയ കൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ചായ ഇരിക്കണ്ടെന്ന് അവിടെ. എൻ്റെ മോൻ്റെ ഒരു ഐഡിയ മാതിരി അനക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഊമ്പി ഐഡിയ ഇടണേ. എൻ്റെ അച്ഛൻ്റെ അല്ലേ കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതായിരിക്കും. പാരമ്പര്യമായിട്ട് മണ്ടന്മാരല്ലേ? ഡേ അത് വേണ്ട. ആ സെറ്റ് ജോസേട്ടനാ റെന്റിന് കയറും. ഞാൻ ഫോൺ എടുക്കൂലേ. നീ എന്തായാലും ആ കോളത്ത് കാര്യം പറ. അല്ല അയാൾ ഇങ്ങോട്ട് കയറി. ഇതിപ്പോൾ നമ്മളതായിരുന്നു നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇതിപ്പോൾ നാട്ടുകാരും കൂടി അറിയും. ഫോൺ എടുക്ക്. ഹലോ ജോസേട്ടാ. ഹലോ മോനെ, സുഖല്ലേ? ആ ജോസേട്ടാ സുഖാണ്. ആ പിന്നെ നിങ്ങളെപ്പോഴും ഇറങ്ങുന്നേ? ഇറങ്ങേ എങ്ങോട്ട് ജോസേട്ടാ? അല്ല കഴിഞ്ഞ ആഴ്ച ഫണ്ട് സെറ്റാക്കാന്നാണല്ലോ പറഞ്ഞിരുന്നേ. ഇപ്പോ ആ സമയമൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഇറങ്ങല്ലേ? ജോസേട്ടാ അത് ഞങ്ങൾ പെട്ടെന്ന് സെറ്റാക്കി തരാം. ആണോ? ആ അങ്ങനെയാണേ ഇന്നൊരു 5 മണി വരെ ടൈമുണ്ട്. അപ്പൊ ഒരു പാർട്ടി വരും, അപ്പൊ ഇറങ്ങി കൊടുത്താൽ മതി. ഇഷ്ടം പോലെ സമയമുണ്ട്. ജോസേട്ടാ അത് കാശിപ്പോ തന്നെ ഉണ്ടോ? ഏയ് അങ്ങനെയല്ല. അപ്പൊ 6 മണിക്ക് അയച്ചാ മതി. ശരി ബൈ. അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല. 3-4 മാസം റെന്റില്ലേ. ഇനിയിപ്പോൾ എവിടെ നിന്ന് റോൾ ചെയ്യാം, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഇനി ആരെടുത്തുന്നാ മറിക്കല്ലേ? ഞാനേ എൻ്റെ കോണ്ടാക്ട് ഒന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കട്ടെ. ആരെങ്കിലും കിട്ടിയാലോ? 5000 രൂപ മന്ത്ലി വരുന്നുള്ളൂ സാർ. ചിട്ടിയല്ലേ? അതെ സാർ. മോള് പറഞ്ഞ ഏത് ചിട്ടിക്ക് ജോയിൻ ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഏത് സ്കീമിലും ഞാൻ ജോയിൻ ചെയ്യും. മോളൊന്ന് ചേട്ടായിയോട് സഹകരിച്ചാ മതി. ചേട്ടായിയാ? അതെ, മോളുടെ സ്വന്തം ചേട്ടായി. പോടാ പട്ടി. ഇതെന്താണ്? എടാ ജിവിനെ ഒരു 5000 മറിക്കണ്ടാവൂടാ. അത്യാവശ്യമായിരുന്നു. 5000? ആ എടാ എൻ്റെ എവിടെന്നാടാ 5000 ഒക്കെ? അമ്മതി ICUവിൽ കിടക്കുക. ഞാനിവിടെ വാതൊക്കെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അവസ്ഥയാടാ. എടാ അതേ ഡോക്ടറെ വിളിക്കുന്നുണ്ടേ, എന്തോ അത്യാവശ്യം ആണെന്ന് തോന്നുന്നു. അമ്മയുടെ കാര്യമല്ലേ? അവൻ്റെ അമ്മയുടെ യാ വിട്, അടുത്ത ആളെ വിളിക്കാൻ നോക്ക്. മറ്റേ അമ്മയുടെ ICU.
ആ നിനക്ക് തരാൻ പറ്റില്ല, നീ തരണ്ടാ. നീ അടുത്ത ആളെങ്കിലും ഒന്ന് മയത്തിൽ വിളിക്കാൻ നോക്ക് വരണേ, എന്നല്ലെങ്കിൽ പൈസ കടം ചോദിക്കല്ലേ. സ്പീക്കർ ഇട്. ഹലോ മാട്ടിനെ. സമാധാനത്തിൽ. ഹലോ ആരാ? ഇത് ഞാനാടാ, നിന്റെ കൂടെ 8C പഠിച്ച വരുണ്. ഏത് വരുണ്? എടാ മറ്റേ അത്താണികളുള്ള ജോബിന്റെ കസിന്. ആ നീ ആയിരുന്നോ? എന്താണ് വിളിച്ചേ? കവറായാലേ കണ്ടിട്ട്. നിന്റെ പുതിയ ബിസിനസ് ഐഡിയൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ അങ്ങനെ പോണ്ടടാ. വിളിച്ച കാര്യം പറ. നിന്നെ വിളിച്ച നിന്റെ ഒരു 5000 രൂപ ഉണ്ടാവും മറക്കാം. 5000? സാലറി ഡേറ്റ് ആയിട്ടില്ലടാ. ഇനിയിപ്പോ ആയാൽ തന്നെ നിനക്ക് തരാൻ തികത്തൊന്നുമില്ല. പിന്നെ നിനക്ക് അത്ര അത്യാവശ്യമാണോ? എടാ അത്യാവശ്യമായോണ്ടല്ലടാ നിന്നെ വിളിച്ച്. എന്തായാലും കയ്യിൽ കാശൊന്നുമില്ല, പക്ഷെ നിനക്ക് അത്ര അത്യാവശ്യമാണ്. ഞാൻ വേറൊരാളെ മുട്ടിച്ചേരാം. നമുക്കറിയുന്നൊരു പുള്ളിയാ. പിന്നെ ഒരാഴ്ച കൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും. ചെറിയ പരീക്ഷ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ലടാ, അത് മതി. അങ്ങനെയാണെങ്കിൽ നിന്റെ നമ്പർ ഞാൻ പുള്ളിക്ക് കൊടുക്കാം. ആള് വിളിച്ചോളൂ. ഓക്കെ ഓക്കേടാ. സെറ്റ്. ദൈവമേ, ഒരെണ്ണം കിട്ടിയാ മതി. എടാ അയാളാന്ന് തോന്നുന്നു, കൊടുക്ക്. എടുക്ക്. ഹലോ ഹലോ, കാശിന് ബുദ്ധിമുട്ടിലാണോ? അതെ ചേച്ചി, ഭയങ്കര ബുദ്ധിമുട്ടില്ല. മാസം കിട്ടുന്ന കാശ് തികയാതെ വരുന്നുണ്ടോ? ഇല്ല ചേച്ചി. അതുകൊണ്ടാണല്ലോ നമ്മളീ പരിപാടിക്ക്. അടുത്ത മാസം 5000 രൂപ തരാൻ സാധിക്കുമോ? അടുത്ത മാസം തന്നെ, അടുത്ത ആഴ്ച തരൂലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ മുരുകേഷൻ ചിറ്റ് ഫണ്ട്സ്, വിശ്വസ്തയുടെ പര്യായം. ചിട്ടിയാ? അതെ സർ, മുരുകേഷൻ ചിറ്റ് ഫണ്ട്സിൽ നിന്നും ഗോപികയാണ് വിളിക്കുന്നത്. അവളുടെ ഒരു ചിട്ടി, അവളൊരു ചീറ്റ് ഫണ്ട് വെച്ച് പടി പോണ്. എഡി ബോർഡിന്നൊക്കെ തന്നെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി കേട്ടല്ല. വീട്ടുകാരെ തെറി പറയാൻ നീ ആരടി? തന്റെ കാശില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനോടോ ദരിദ്രവാസി? ദരിദ്രവാസിന്റെ അച്ഛനാടി. നിന്റെ പണി, വേറെ പണിയൊന്നും ഇല്ലല്ലോ. വെച്ച മര്യാദയ്ക്ക് നേരെ തെറി വിളിക്കാൻ പറ്റിയില്ല. താൻ കൊറേ നേരമല്ലേ ഇളിക്കുന്നു? തന്റെ അച്ഛൻ ചത്തോ? അവന്റെ ഒരു ഇടി. ഞാൻ നിർത്തണാണ്. എന്നാലും അവളോട് ഈ അത്രയും പറയേണ്ടിരുന്നില്ല. ആ കുറച്ച് മോശമായി പോയി. കോപ്പ കൂടെ നിന്നൊരുമാരും മറ്റേ വർത്താനം പറയരുത്, ഒരു മോശമില്ല. അതല്ലടാ, അവക്കത് കിട്ടണം. പക്ഷെ അച്ഛനെ പറ്റി പറഞ്ഞ് കുറച്ച് ഓവറായി. ഓവറില്ല, മോശമായ കുറച്ച്. വിളിച്ചിട്ടൊരു സോറി പറയല്ലേ? അതാണ് മര്യാദ. വിളിക്കല്ലേ? എന്തായാലും വിളിച്ചോക്ക്, ഒരു പുതിയ തുടക്കല്ലേ, ഒരു സോറിയൊക്കെ പറഞ്ഞ് തുടങ്ങാം. വിളി. നിനക്കൊക്കെ ഇനി എന്താടാ തെണ്ടികളെ വേണ്ടത്? നീയൊന്നും ഒരു കാലത്തും ഗതി പിടിക്കാൻ പോണില്ല. പിന്നെ എന്റെ അച്ഛനല്ല, നിന്റെ അച്ഛനാണ് ദരിദ്രവാസി കേട്ടല്ല. ഇനി പറ. നിന്റെ അച്ഛൻ മാത്രടി, നിന്റെ അച്ഛനും മരവാഴടി, മനസ്സിലായടി? നിനക്ക് എന്റെ കൈ കിട്ടിയാണല്ലോ ഞാൻ വലിച്ചു കയറി ഭിത്തി കയറ്റും. നിനക്കെന്നെ അറിയില്ല.
എന്താടി ഒന്ന് പറയാനടി നിനക്ക്? ആടാ പറയാനുണ്ടാ? എന്താടി നിനക്ക് പറയാനുള്ളത്? വലിച്ചു കീറടാ ദരിദ്രവാസികളെ. ഓ ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു. താങ്ക് യു.